ഹായ് ഗായ്സ്, എല്ലാവർക്കും മൂവി കാർഡിയാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മമ്മൂട്ടിയുടെ പുതിയ സിനിമയായ ബസൂക്ക ഒടുവിൽ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നു. നവാഗതനായ ഡീനോ ഡെന്നിസ് എന്ന കലൂർ ഡെന്നിസിന്റെ മകൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രം മലയാള സിനിമയിൽ അപൂർവമായ ഗെയിം ത്രില്ലർ വിഭാഗത്തിൽ പെടുന്നു. അതിനാൽ തന്നെ പ്രേക്ഷകർക്ക് ഇതൊരു പുതുമയോടുകൂടിയ ത്രില്ലിംഗ് അനുഭവമാണ് നൽകുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു ദുരൂഹത നിറഞ്ഞ ആളാണ്. ഒരു വീഡിയോ ഗെയിമിന്റെ അടിസ്ഥാനത്തിലാണ് കഥ വികസിക്കുന്നത്. ഗെയിമിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും അതിരുകൾ വേരുകൾ പോലെ തമ്മിൽ ലയിക്കുന്നതാണ് ബസൂക്കയുടെ പ്രധാന ആകർഷണം. ഗൗതം വാസുദേവ് മേനോൻ, സിദ്ധാർത്ഥ് ഭരതൻ, ബാബു ആന്റണി, ദിവ്യ പിള്ള തുടങ്ങിയ നിരവധി താരങ്ങൾ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. മമ്മൂട്ടി തന്റേതായ സ്റ്റൈലിൽ ഓരോ രംഗത്തെയും തിളക്കവൽക്കരിച്ചിരിക്കുന്നു. ഓരോ ഡയലോഗും അതിന്റെ ഡെലിവറിയും ആക്ഷൻ സീൻസും എല്ലാം തന്നെ അദ്ദേഹം തന്റേതായ സ്റ്റൈലിൽ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. ഗൗതം മേനോൻ അവതരിപ്പിച്ച ബെഞ്ചമിൻ ജോഷ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒന്നാണ്. മലയാള സിനിമയിലെ പുതിയ ഒരു പരീക്ഷണമാണ് ബസൂക്ക. മമ്മൂട്ടിയുടെ തിളക്കവും ഡീനോ ഡെന്നിസിന്റെ പുതുമയുള്ള സംവിധാനവും ചേർന്ന് ത്രില്ലിംഗ് ആക്ഷൻ ഗെയിം എന്ന സെറ്റിംഗിൽ നിന്നും പ്രേക്ഷകരെ ഒരിക്കലും വിട്ടുനിൽക്കാൻ അനുവദിക്കില്ല. മാസ് ക്ലാസ് ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ് ഇത്. ചിത്രം ആരംഭിക്കുന്നത് പോലീസ് അന്വേഷണ സംഘവും ഒരു അതിസാഹസിക കുറ്റവാളിയുമായ മാരിയോയും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിലൂടെയാണ്. എന്നാൽ ഇവർക്കിടയിൽ എത്തുന്ന ജോൺ സീസർ എന്ന കഥാപാത്രമാണ് കഥയുടെ വഴിത്തിരിവ്. ഇയാൾ ഈ പോരാട്ടത്തെ ഒരു വീഡിയോ ഗെയിമായി മാറ്റുന്നു. ഓരോ ലെവലിലും വെല്ലുവിളികൾ ഉയരുന്നു. ഓരോ ഗെയിം ഘട്ടവും വിജയകരമായി തരണം ചെയ്യുന്ന ജോൺ ഒടുവിൽ ഓരോരോ വൻ ക്ലൈമാക്സിലേക്കാണ് കടക്കുന്നത്. ചിത്രത്തിലെ ക്യാമറ വർക്കും BGMഉം ഈ ഗെയിം ത്രില്ലറിന്റെ രസതന്ത്രം ശക്തിപ്പെടുത്തുന്നുണ്ട്. മമ്മൂട്ടിയുടെ കഥാപാത്രം പൊരുതിയതും ആസ്വദിച്ചതും ഇന്ദ്രജാലം പോലെ കാണാൻ സാധിക്കുന്നു. ഗൗതം മേനോൻ അവതരിപ്പിച്ച ബെഞ്ചമിൻ ജോഷായും മറ്റ് അഭിനേതാക്കളായ സിദ്ധാർത്ഥ് ഭരതൻ, ബാബു ആന്റണി തുടങ്ങിയവരും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ബസൂക്ക ഒരു മലയാള സിനിമയിലേക്കുള്ള ഒരു പുതിയ ഗെയിം തീം പരീക്ഷണമായി തന്നെ മാറുന്നുണ്ട്. ഇത്തരത്തിലുള്ള നവീകരണങ്ങൾക്കാണ് മലയാള സിനിമയ്ക്ക് വേണ്ടത് എന്നതിന്റെ തെളിവാണ് ഈ ചിത്രം. പോലീസും കള്ളനും കളി പ്രമേയമായി നിരവധി ചിത്രങ്ങൾ മലയാളത്തിൽ ഉൾപ്പെടെ പല ഭാഷകളിലും വന്നിട്ടുണ്ട്. എന്നാൽ ബസൂക്കയെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് ഒരു ഗെയിമിൽ എന്ന പോലെ കഥാപാത്രങ്ങളെ കൂട്ടി ഇണക്കിയിടത്താണ്. പറഞ്ഞു തുടങ്ങുമ്പോൾ മേക്കിംഗ് മുതൽ തുടങ്ങാം. സ്റ്റൈലിഷ് എന്ന് വേണം മേക്കിംഗ് ശൈലിയെ ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാൻ. ഗെയിം ത്രില്ലർ എന്ന ജേണറിനോട് നീതി പുലർത്താൻ സാധ്യമായതെല്ലാം ഡീനോ ചെയ്തു വെച്ചിട്ടുണ്ട്. സാങ്കേതിക രംഗത്ത് ബസൂക്ക പ്രതീക്ഷയേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു. സുജിത് സരംഗിന്റെ ഛായാഗ്രഹണം സിനിമയുടെ സ്റ്റൈലിഷ് ഭാവവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. ഹ്രസ്വ ഷോട്ടുകളിലൂടെ ശുഭിതമായ സംഗീതങ്ങൾ സൃഷ്ടിക്കുന്നു. രാഹുൽ സുബ്രഹ്മണ്യന്റെ പശ്ചാത്തല സംഗീതം കാണികളെ ഗെയിമിംഗ് വൈബിലേക്ക് എത്തിക്കുന്നുണ്ട്. സ്നേഹയുടെ ആൽബം ഗാനം സംഗീതവും ലിറിക്സും ചേർത്ത് നല്ല ഒരു വ്യത്യസ്ത അനുഭവമായി തീർത്തിട്ടുണ്ട്. ഡീനോ ഡെന്നിസിന്റെ തിരക്കഥ ഒരു വിചിത്രമായ വെഞ്ചറാണ്. റിസ്ക് എടുത്തിട്ടുണ്ട്, പലപ്പോഴും അത് ഫലം കാട്ടുന്നു. തിരക്കഥയുടെ അവതരണ ശൈലി ചിലർക്ക് ബുദ്ധിമുട്ടാകാം, പക്ഷെ ക്ലൈമാക്സിലേക്ക് പടിയിറങ്ങുമ്പോൾ അവിടുത്തെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് കിട്ടുന്നു. ബസൂക്കയുടെ പ്രധാന നേട്ടം എന്താന്ന് വെച്ചാൽ അതിന്റെ പരീക്ഷണാത്മകതയും മമ്മൂട്ടിയുടെ പ്രകടനവുമാണ്. വ്യത്യസ്തമാക്കാൻ ശ്രമിച്ച ഒരു സിനിമയായി ഇത് മലയാള സിനിമയിൽ സ്മരണീയമാകും. നീണ്ട പതിവുകൾക്കപ്പുറം ഒരു പുതിയ രീതിയിൽ കാണേണ്ട സിനിമയാണ് ബസൂക്ക. ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഇത് യോജിച്ച ഒരു സിനിമയായിരിക്കും. സംഗീത വിഭാഗമാണ് എടുത്തു പറയേണ്ട മറ്റൊരു ശക്തിപ്പെടുത്തൽ. മേക്കിങ്ങിന്റെ ഘടന പോലെ തന്നെ സ്റ്റൈലിഷ് ആയിരുന്നു സയ്യിദ് അബ്ബാസ് ഒരുക്കിയ പശ്ചാത്തല സംഗീതം. കഥ ചടുലമായി മുന്നേറുന്നതിനാൽ തന്നെ പശ്ചാത്തല താളങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയും ഒരുതരം റിതം സ്ഥിരമായി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ശ്രീനാഥ് ഭാസിയുടെ ശബ്ദത്തിൽ പുറത്തിറങ്ങിയ പ്രോമോ ഗാനം ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. നിമേഷ് രവിയുടെ ഛായാഗ്രഹണം ബസൂക്കയുടെ ക്ലാസ് മാസ് ഇമേജ് കൂടുതൽ കൃത്യമായി ഉയർത്തിക്കാട്ടുന്നുണ്ട്. ആക്ഷൻ സീക്വൻസുകൾ ശക്തമായി മെച്ചപ്പെടുത്തിയിട്ടുമുണ്ട്. സിനിമയുടെ ഓരോ ഫ്രെയിമുകളും ഓരോ സ്റ്റൈലിഷ് ഗെയിം ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. മലയാള സിനിമ ഇതുവരെ കാണാത്ത രീതിയിൽ ക്ലാസ് മാസ് സ്റ്റൈലിഷ് പ്രസന്റേഷൻ എല്ലാം ചേർന്ന ഒരു ത്രില്ലർ കാണാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ചോയ്സ് ആണ് ബസൂക്ക. ഇത് തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ തന്നെ അനുഭവിക്കേണ്ട ചിത്രം തന്നെയാണ്. ഇങ്ങനെയുള്ള സിനിമാ വിശേഷങ്ങൾ കൂടുതലായിട്ട് അറിയാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.